ഹലോ. ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഓണത്തിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് മല്ലികച്ചെടി നട്ടാലോ എന്നൊരു ചിന്ത. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മല്ലികയൊക്കെ നടാം. പക്ഷെ മൊത്തം കാട് പിടിച്ചിരിക്കുന്നതാണ്. മഴ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കാട് വരുന്നില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതെല്ലാം ചെത്തിക്കോരി അടിപൊളിയാക്കി കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ച് തൈകളെ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ നല്ല ചെത്തിക്കോരി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ച് മല്ലിക നമുക്ക് നമ്മുടെ ആവശ്യത്തിന്, വീട്ടിലാവശ്യത്തിന് വെറുതെ വാങ്ങണ്ടല്ലോ. വാങ്ങി തന്നെ കുറേ ചീഞ്ഞതെല്ലാമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മുഴുവൻ നടാൻ തൈകളില്ല, കുറച്ച് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നടുന്ന രീതി ഇങ്ങനെയാണ്. നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതുപോലെ സ്ഥലം ഉണ്ടായാൽ ഞാൻ കുഴി പോലെ ആക്കി, വേണമെങ്കിൽ നമുക്ക് മണ്ണ് കൂട്ടിയിട്ട് നടാം. മഴയായതുകൊണ്ട് എന്തായാലും മഴ പെയ്യുമ്പോൾ അതെന്തായാലും മണ്ണൊക്കെ ഒലിഞ്ഞ് താഴേക്ക് ഒഴുകി ഒഴുകി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രീതിയിൽ നടാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ ഏകദേശം ഒരു 10-30 തൈകൾ എൻ്റെ അടുത്തുണ്ടായിന്. അപ്പം അതെല്ലാം ഇതുപോലെ കുഴിയാക്കിയിട്ട് നടാമെന്ന് വിചാരിച്ചു. ഈ ടൈപ്പ് മല്ലികയാണ് എൻ്റെ അടുത്തുള്ളത്. ഇതിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ട്രേയിൽ ചകിരിച്ചോറ് നിറച്ചിട്ട്, ചകിരിച്ചോറ് കമ്പോസ്റ്റ്, ചകിരിച്ചോറല്ല, ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് നിറച്ചിട്ട് അതിൽ ഓരോന്നിലും ഓരോ സീഡ് വെച്ച് നട്ടതാണ്. എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിൽ ഡബിളായിട്ട് നോക്കണ്ടോ, ഒന്നിൽ ലാസ്റ്റ് എക്സ്ട്രാ എൻ്റെ അടുത്ത് വിത്തുണ്ടായത് എല്ലാം അതിൽ തന്നെ വെച്ചത്. അങ്ങനെ ഒന്നിൽ 2 തൈ വീതം മുളച്ചു വന്നു. അപ്പോൾ ഇതൊക്കെ നിറച്ചും പിടിച്ച നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. എല്ലാം വളർന്ന് നല്ല വലുതായാൽ നല്ല ഭംഗിയുണ്ടാവും. മല്ലികയുടെ ഇലകൾക്കും പൂക്കൾക്കും പ്രത്യേക സുഗന്ധമല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത്. അതിന് സാമ്പിളിന് വേണ്ടിയിട്ട് കുറച്ച് പാകി നോക്കി, എല്ലാം മുളച്ചു വന്നു ദൈവാനുഗ്രഹം കൊണ്ട്. കണ്ടോ, ഇതിങ്ങനെ നട്ടു വെച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ നട്ടു വെച്ചിട്ട് ഇന്ന് രാവിലെ പോയി നോക്കുമ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ആ മണ്ണൊക്കെ ഒന്ന് ഒലിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു സങ്കടമുണ്ട്. കണ്ടോ, ഇവിടെ ഒരു തൈ നട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇലകളൊക്കെ ഇനി തത്തമുള്ളാണോ ഇനി വേറെ എന്തെങ്കിലും പുഴുവാണോ എല്ലാം കടിച്ച് പറിച്ച് തിന്നിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര സങ്കടമായിപ്പോയി. ഇനി ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ചെടി വീതം നശിച്ചു പോകുന്നൊരു ടെൻഷൻ. കാരണം ബാക്കിയൊന്നും കുഴപ്പമില്ല, ഒരെണ്ണം ഇങ്ങനെ പോയി കിട്ടി. ഇനിയിപ്പോൾ എല്ലാത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. വളങ്ങളൊന്നും ചെയ്ത് കൊടുത്തില്ല, ജസ്റ്റ് നട്ടു വെച്ചതേ ഉള്ളൂ. ജസ്റ്റ് ഇനി ഒരു 2 ഇല കൂടി വന്നിട്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു വളങ്ങൾ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സക്സസ് ആയാൽ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പൂ വന്ന വീഡിയോസും അതുപോലെ തന്നെ നല്ല വളം ഇടുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഇട്ട് തരാം. അപ്പോൾ എല്ലാവരും എൻ്റെ മല്ലിക ഓണത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ച് കിട്ടണേന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും കുറേ വീഡിയോകൾ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.